നിങ്ങൾ മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് അത് നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് ലോക്ക് ചെയ്തിടുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഉദാഹരണത്തിന്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡ് എങ്ങനെയാണ് മറ്റൊരാൾ ഉപയോഗിക്കുക എന്ന്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ കളവ് പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന വ്യക്തിക്ക് ആ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എങ്കിലും സിം കാർഡ് ഉപയോഗിക്കാം. കാരണം നിങ്ങൾ സിം കാർഡ് ലോക്ക് ചെയ്തിട്ടിട്ടില്ല. നിങ്ങളുടെ മൊബൈലിലുള്ള സിം കാർഡ് എടുത്തിട്ട് അവരുടെ മൊബൈലിൽ അവർ യൂസ് ചെയ്യും. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരിലുള്ള സിം കാർഡ് വെച്ചിട്ട് പല ഫ്രോഡ് കോളുകളും അവർ ചെയ്യും. അതിനൊക്കെ ഉത്തരവാദി നിങ്ങളായിട്ട് മാറും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൊബൈൽ നമ്പറിൽ നിങ്ങൾ പല കാര്യങ്ങളും ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ മെയിൽ ഐ ഡി, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ബാങ്കിങ് ആപ്ലിക്കേഷൻ വരെ ഈ ഒരു മൊബൈൽ നമ്പറിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഇത് ലഭിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചില ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങൾ ലോക്ക് ചെയ്തിടുന്നത് വളരെയധികം നല്ലതായിരിക്കും. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 4 ഡിജിറ്റ് പിൻ നമ്പർ വെച്ചിട്ടാണ് സിം കാർഡ് ലോക്ക് ചെയ്തിടാൻ സാധിക്കുക. ഈ പിൻ നമ്പർ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ മറന്നിട്ട് തെറ്റായ പിൻ നമ്പർ 3ഓ 4ഓ തവണ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിം കാർഡ് ടെമ്പററി ബ്ലോക്ക് ആകും. ഇനി അത് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് PUK കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. PUK എന്നാൽ പേഴ്സണൽ അൺബ്ലോക്കിംഗ് കീ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ PUK കോഡ് എവിടെ നിന്ന് ലഭിക്കും? നമ്മളിപ്പോൾ പുതിയ കാർഡ് വാങ്ങിയിട്ട് പൊട്ടിച്ചെടുക്കുന്നില്ലേ, ആ വലിയ കാർഡ്, അതിൽ അടിയിലോ അല്ലെങ്കിൽ പുറകുവശത്തോ PUK എന്നെഴുതിയൊരു കോഡ് നമ്പർ കാണാം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ആരാണ് സൂക്ഷിക്കുക എന്ന്. അതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമ്മുടെ സിം കാർഡിൻ്റെ PUK കോഡ് എടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ സിം കാർഡ് എങ്ങനെ ലോക്ക് ചെയ്തിടാം, ഇനി ലോക്ക് ചെയ്ത പിൻ നമ്പർ മറന്നു പോയാൽ PUK കോഡ് എങ്ങനെ ലഭിക്കും, അതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. അതിനുവേണ്ടി നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് സിം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സിം കാർഡ് ലോക്ക് എന്ന ഓപ്ഷൻ മുകളിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന 2 സിം കാർഡും സിം 1, സിം 2 കാണാൻ സാധിക്കും. അതിലേതാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ സിം കാർഡ് ലോക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 0000 അടിച്ചാൽ മതി. ഞാൻ ആ നമ്പർ മാറ്റിയിട്ട് 1234 എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ 1234 എന്ന് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിം കാർഡ് ലോക്ക് ആകും. ഓക്കെ, ടിക്ക് മാർക്ക് ഞാൻ കൊടുക്കുകയാണ്. കണ്ടോ, സിം കാർഡ് ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് വേണ്ട, അത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ കൊടുത്ത പിൻ നമ്പർ എൻ്റർ ചെയ്യണം. ഇനി നമുക്ക് ചേഞ്ച് സിം പിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊടുത്ത പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് വീണ്ടും നമുക്ക് പുതിയൊരു പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൻ നമ്പർ മറന്നു പോയി കഴിഞ്ഞാൽ PUK കോഡ് എന്തായാലും വേണം. അതെങ്ങനെ നമുക്ക് ലഭിക്കും? അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് നിങ്ങൾ ജിയോയുടെ സിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ ജിയോയുടെ ആപ്ലിക്കേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അത് ഓപ്പൺ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ PUK എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ തന്നെ PUK കോഡ് ഇൻ മൊബൈൽ, അതുപോലെ തന്നെ ലോസ്റ്റ് സിം, നഷ്ടപ്പെട്ട സിം ആണെങ്കിൽ ആ സിം നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മൊബൈലിലുള്ള സിം ആണെങ്കിൽ ഇൻ മൊബൈൽ എന്ന ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് PUK കോഡ് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് എയർടെൽ ആണെങ്കിൽ എയർടെല്ലിൽ മറ്റൊരു രൂപത്തിലാണ് ഇവിടെ സെറ്റിങ്സ് കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെയും ഏറ്റവും മുകളിൽ സെർച്ച് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ നേരത്തെ കാണിച്ച പോലെ തന്നെ PUK എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ സിം റിലേറ്റഡ് ഇഷ്യൂ എന്ന ഓപ്ഷനാണ് വരിക. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് PUK കോഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ഇവിടെ ചോദിക്കും. ഇവിടെ 2026 കാണിക്കുന്നത്. അത് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ബാക്കോട്ട് പോവുക എന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ തന്നെ 2026 എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വർഷം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇതിൽ നിന്നും നിങ്ങളുടെ ഇയർ ഏതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക.
അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ വർഷം ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാസവും ഡേറ്റും പെട്ടെന്ന് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കോട്ട് വരാൻ സാധിക്കും. ഓക്കെ, കൃത്യമായിട്ട് ആ മാസം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡേറ്റും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്താൽ ഉടനെ തന്നെ നിങ്ങളുടെ PUK നമ്പർ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു SMS വരും. ഇവിടെ SMS വന്നു കഴിഞ്ഞു. അതിലും PUK കോഡ് ഉണ്ടാകും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി എയർടെലും ജിയോവും അല്ലാത്ത മറ്റേതെങ്കിലും സിമ്മാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിമ്മുമായി ബന്ധപ്പെട്ട കസ്റ്റമർ കെയറിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. അവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ SMS ആയിട്ട് നിങ്ങൾക്ക് PUK കോഡ് അയച്ചു തരികയും ചെയ്യും. ഓക്കെ, ഇനി PUK കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ തെറ്റായിട്ട് ഒരിക്കലും എൻ്റർ ചെയ്യരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കി വെച്ചിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റായിട്ട് നിങ്ങൾ 3-4 തവണ PUK കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡ് പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ആകും. പിന്നെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.